ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാലോ. ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതിന് 9 മണിക്കാണ്. അത് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾക്കും മദ്രസയ്ക്കും പോയിട്ടില്ല. കാരണം എനിക്ക് നല്ല പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഇന്ന്. ഇന്നലെ സ്കൂളിൽ നല്ല പെരുമഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി മണ്ടി കളിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് പനിയും ജലദോഷമൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ 9:14 കേട്ടോ ടൈം. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വാട്ടർ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിന് അനിയത്തിയൊക്കെ വന്നിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വെക്കുക, ടൈം ടേബിൾ നോക്കിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ ഞാൻ ബുക്ക് തപ്പുകയാണ്. ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, ബട്ട് ഞാനത് കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ അങ്ങനെ വരയ്ക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ വരച്ച ചിത്രം. ഇത് രസമില്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ ഞാൻ കുറച്ച് നേരം റീൽസ് കണ്ടിരുന്നു, കുറച്ച് നേരം ഉറങ്ങി, പിന്നെ റീൽ കണ്ട്, പിന്നെ ഉറങ്ങി, റീൽ കണ്ടു ഉറങ്ങി, അങ്ങനെയൊക്കെ ആയിട്ട് ടൈം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കാണ്, ഡോക്ടറെ കാണാൻ. ഉപ്പാൻ്റെ ഒപ്പം നിന്ന് പോയത്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിലൊക്കെ കയറി എണ്ണ അടിച്ചു. പിന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. വരുന്ന വഴിക്ക് പൊറാട്ടയും മുട്ടക്കറിയും ഒരു ചായയും കുടിച്ചു. പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഡോക്ടറെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്ന്. പിന്നെ എന്തൊരു സുഖമാണെന്നറിയോ, റൂമിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിതായി. പിന്നെ ഒരു 4 മണിയായപ്പോഴത്തേന് ഞാൻ കുളിക്കാനും പോയി. പിന്നെ ഒരു അൺബോക്സിങ് ഉണ്ടായിരുന്നു, അതും ചെയ്തു. പിന്നെ ഒരു അനിയത്തൊക്കെ വന്നപ്പോഴത്തേന് ഞാനൊരു സോപ്പ് ഉണ്ടാക്കി കുടിച്ചിട്ട്. അത് കണ്ടാൽ നൂഡിൽസിൻ്റെ പോലെയാണ്, ബട്ട് നൂഡിൽസ് സൂപ്പാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെ സ്പെഷ്യൽ സൂപ്പാണ്, നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ അനിയനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ടോ. വളാഞ്ചേരിക്കാണ് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ നോക്കി, പിന്നെ കുറച്ച് ഇതൊക്കെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ വാങ്ങി. ഇപ്പോൾ നല്ല തണുപ്പാലോ, അങ്ങനെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ വാങ്ങി, കമ്പിളി പുതപ്പൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് പോരുമ്പോൾ നല്ല കച്ചറയായിരുന്നു കേട്ടോ റോഡ്. കച്ചറൻ്റെ എന്താ പറയുക, അങ്ങേ അറ്റേന്ന് അമ്മാതിരി കച്ചറയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എവിടേക്ക് പോകുമ്പോഴും ഇതേപോലെ. പിന്നെ ഞങ്ങൾ പെരേക്ക് ഷവർമ കൊണ്ടുപോയി തിന്നാമെന്ന് വിചാരിച്ചു. എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് തന്നെ തിന്നലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പെരേക്ക് കൊണ്ടുപോയിട്ട് തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാങ്ങിയത് ഷവർമേന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്താണോ ഗൈസ്, എനിക്ക് തിന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷവർമ ആണ് ഇത്. പിന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ കിടന്നു. എന്തൊരു സുഖം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂടാ. ഓക്കെ, ബായ്. സോറി ഗൈസ്, ലൈറ്റിൻ്റെ സ്വിച്ച് മാറിയിട്ട് ഫാൻ്റെ സ്വിച്ചായി.